നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യാം. ക്യാൻവയിൽ നമുക്ക് പ്രസൻറ്റേഷൻ നമ്മൾ ഷോർട്ടാക്കി പറയേണ്ട ഒരു പേരുണ്ട്, PPT. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നമ്മൾ ഷോർട്ടാക്കി പറയേണ്ടതാണ് PPT. നമ്മൾ ഇനി മുതൽ PPT തേക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ PPT നമുക്ക് എങ്ങനെ ചെയ്യാം, ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് PPT എങ്ങനെ ചെയ്യാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ. നമുക്കൊരു 11 സ്ലൈഡ് ആവശ്യമുണ്ട്. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചാൽ അതിൻ്റെ ഒരു പ്രൊജക്ട്സിൻ്റെ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നത് അതായി ഇവിടെ ഒരു പ്രൊജക്റ്റാണ്. ഞാൻ ഇവിടെ ഈ സൈഡിൽ മുമ്പ് ചെയ്ത് വെച്ച പ്രൊജക്ട്സ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു, ആ പ്രൊജക്റ്റ് വന്നു. ഇപ്പോൾ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ PPTയിലുള്ള ഓരോ പേജിനും നമ്മൾ സ്ലൈഡ്സ് എന്ന് പറയാം. അപ്പോൾ ഈ സ്ലൈഡ്സ് നമുക്കിവിടെ 11 സ്ലൈഡ്സിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കി കാണാം 10 സ്ലൈഡ്സ് നിലവിൽ. അപ്പോൾ ഈ 10 സ്ലൈഡ്സിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഒന്നാമത്തെ സ്ലൈഡിൽ എന്താണെന്ന് വെച്ചാൽ പ്രൊജക്റ്റ് നെയിം, പിന്നെ അതായത് സ്കൂളിൻ്റെ പേര്, ഈ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഇത് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇനി വേറെ അഡീഷണൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ സൈഡിൽ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാൻ കൊടുത്താൽ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ വേണ്ടത് ടൈപ്പ് ചെയ്യാം. ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇത് അടിയിലോട്ടോ മുകളിലോട്ടോ മൂവ് ചെയ്യാൻ പറ്റും. ആവശ്യമില്ല ഡിലീറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇത് സിമ്പിളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലൈഡിൽ എന്താ വേണ്ടത്, ഗ്രൂപ്പ് മെമ്പേഴ്സ്. നമ്മൾ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് എല്ലാവരും ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 5 പേരാ ഉണ്ടാവുക. അപ്പോൾ അവർ പേര് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ടീം ഫോട്ടോ ആഡ് ചെയ്യുക. നമ്മൾ ടീമിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യുക. അതുപോലെ പ്രൊജക്റ്റ് പിടിച്ചിരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്ലൈഡിൽ നമുക്ക് എന്താ വേണ്ടത്, പ്രോബ്ലം ആണ്. മൂന്നാമത്തെ സ്ലൈഡിൽ നമ്മൾ പ്രോബ്ലം നമുക്ക് ഏറ്റവും ഒരു ചുരുങ്ങിയത് ഒരു 3-4 പോയിന്റ്സിനുള്ളിൽ ആ പ്രോബ്ലം നമ്മളവിടെ വിവരിക്കുക. അത്രയും മതി. നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ പ്രസൻറ്റേഷനിലെ സ്കില്ലിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സൊല്യൂഷനും അത്ര ഒരു 3-4 പോയിന്റ്സ്. നാലാമത്തെ സ്ലൈഡ് നമ്മൾ സൊല്യൂഷന് 3-4 പോയിന്റ്സ് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് അഞ്ചാമത്തെ സ്ലൈഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പ്രൊജക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള. ഇപ്പോൾ ഇതിൽ കണ്ടാൽ തന്നെ നമ്മൾ ആദ്യത്തെ പവർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോട്ട് അവിടെ വെക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ LED വൈറ്റ് LED ഓൺ ആവുന്നു, കളർ സെൻസ് ചെയ്യുന്നു, RGB വാല്യൂസ് എടുക്കണോ, എന്നിട്ട് കാലിബ്രേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഏത് നമ്മൾ കോഡിൽ കൊടുത്ത് എങ്ങനെയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് റിപ്ലൈ തരണോ. സിമ്പിളാണ്. അതുപോലെ തന്നെ നിങ്ങളെ പ്രൊജക്ട്സ് എങ്ങനെ വർക്ക് ചെയ്യണോ, പ്രൊജക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ. ഇത് കണ്ടില്ലേ, നമ്മളിങ്ങനെ ആരോ ഇട്ട് ചെയ്തിട്ടില്ലേ, അതേപോലെ ചെയ്ത് വെച്ചാൽ മതി. ടെക്നിക്കൽ സൈഡ് ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ ആറാമത്തെ സൈഡ് നമുക്ക് കീ ഫീച്ചേഴ്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ മെയിനായിട്ട് എന്തൊക്കെയുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ട ഒരു സ്ലൈഡാണ് കീ ഫീച്ചേഴ്സിൻ്റെ സ്ലൈഡ്. അതുപോലെ തന്നെ ഏഴാമത്തെ സ്ലൈഡിലാണ് നമ്മൾ മാർക്കറ്റും യൂസ് കേസസും. ഇത് ആർക്കൊക്കെ വാങ്ങാൻ പറ്റും, ഇത് ആർക്കൊക്കെ വിൽക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് മാർക്കറ്റ് എവിടെയൊക്കെയാണ്, ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സ്ലൈഡാണിത്. മാർക്കറ്റ് യൂസ് കേസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സ്ലൈഡാണിത്. അതുപോലെ തന്നെ എട്ടാമത്തെ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റും സെല്ലിംഗ് കോസ്റ്റും. ഇതിനിപ്പോൾ ഞാൻ 2 കോസ്റ്റേ കൊടുത്തുള്ളൂ. പക്ഷേ നമുക്ക് ഇതിന് ആഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ റിയൽ ടൈം ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും, പ്രോട്ടോടൈപ്പിന് എത്ര വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പ്രോട്ടോടൈപ്പിന് എത്ര വന്നു, സെല്ലിംഗ് പ്രൈസ് എത്ര വന്നു. പക്ഷേ റിയൽ ടൈം ആയിട്ട് ഇതിന് എത്ര നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ളത് നമ്മൾ കോസ്റ്റ് നോക്കിയിട്ടില്ല. നമ്മൾ കുറച്ചുകൂടെ എമൗണ്ട് ഇട്ട് അതായത് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ ഞാനൊരു ബോട്ടിൻ്റെ പ്രൊജക്റ്റ് ചെയ്യാൻ തന്നെ നമ്മൾ റിയൽ ടൈമായി ചെയ്യുമ്പോൾ പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു പൈസക്ക് ചെയ്ത് തീർക്കാം. പക്ഷേ ഒരു വലിയ പ്രൊജക്റ്റ് എത്തുമ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നൊരു പോർഷനാണിത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമുക്ക് കൺക്ലൂഷൻ, ഫ്യൂച്ചർ സ്കോപ്പാണ്. കൺക്ലൂഷൻ ഫ്യൂച്ചർ സ്കോപ്പ് ഒരുമിച്ച് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. അതിൽ ഒന്നാമത്തെ ഫ്യൂച്ചർ സ്കോപ്പ് കൊടുത്തിട്ട് ഫ്യൂച്ചർ സ്കോപ്പ് ഇപ്പോൾ പോയിന്റ് ആയിട്ട് കൊടുത്താൽ കൺക്ലൂഷൻ ജസ്റ്റ് ഒരു സമ്മറി, ഒരു ഓവർവ്യൂ എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ലാസ്റ്റ് സ്ലൈഡ്, താങ്ക് യു. ഇത്ര നമ്മൾ സ്ലൈഡിൽ വരുന്നുള്ളൂ. ഇപ്പോൾ സ്ലൈഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യുക, ബാക്കി ഒക്കെ ഡിലീറ്റ് ആക്കിയ ശേഷം ആവശ്യമുള്ളത് ആഡ് ചെയ്യുക. അത് ഭയങ്കര. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ പകുതി മുക്കാലും ChatGPT നോക്കിയിട്ടൊക്കെ ചെയ്യേണ്ടത്. മീൻസ് നമ്മളെ പ്രോബ്ലം, അതായത് സൊല്യൂഷൻ ആയാലും നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ജസ്റ്റ് സിമ്പിളായി കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളേതായ രീതിയിൽ ChatGPTനോട് ചോദിച്ചാൽ അത് സ്ലൈഡ് ഉണ്ടാക്കുന്ന രീതിയിൽ അതായത് നമ്മൾ ChatGPTനോട് ചോദിക്കുകയാണ് നമ്മുടെ പ്രൊജക്റ്റ് നെയിം ഇതാണ്, നമ്മുടെ ഗ്രൂപ്പിൽ ഇത്ര മെമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ പ്രോബ്ലം ഇതാണ്, അതിന് വേണ്ട സൊല്യൂഷൻ ഇതാണ്, ടെക്നിക്കൽ ഓവർവ്യൂ നമ്മളെ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിനൊപ്പം എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ കീ ഫീച്ചേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ChatGPTക്ക് അങ്ങോട്ട് കൊടുത്താൽ ഇതൊരു 11 സ്ലൈഡ് ആക്കി 10 സ്ലൈഡ്, ഓരോ സ്ലൈഡിലും ഈ കണ്ടന്റ് വേണ്ടതെന്ന് വെച്ച രീതി കൊടുത്താൽ, ഓരോ സ്ലൈഡിലും ഈ കണ്ടന്റ് വെച്ചാൽ വേണ്ടതെന്ന് കൊടുത്താൽ ChatGPT നമുക്ക് ഓരോ സ്ലൈഡിലും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ആ സാധനങ്ങൾ ഇങ്ങനെ തരും. നമുക്ക് ജസ്റ്റ് അത് നമ്മൾ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ അത് നമുക്ക് ആവശ്യം എടുക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു പണി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പരമാവധി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, AI ഉപയോഗം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊജക്ട്സ് ഭയങ്കര ഈസി ആയി കിട്ടും.